നമ്മളിന്ന് നല്ല മുട്ടക്കറിയാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഈ മുട്ടക്കറി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല സ്വാദ, പുട്ടിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അത് ചൂടായി വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തു. അത് വാടി വന്നപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തു, പിന്നെ സവാള 3 വലിയ സവാളയാണ് ചേർത്തത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി, പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത് നമ്മൾ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് 2 മിനിറ്റ് അങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതേ സവാള 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് അതിലത്തെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല. അപ്പോൾ മുളക് പൊടി സാധാരണ മുളക് പൊടിയുണ്ട്, കാശ്മീരി ചില്ലിയുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. കറിവേപ്പിലയും കൂടെ ചേർക്കാം, മല്ലിയില ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. മുളക് നന്നായിട്ട് മൂത്ത് വരണം, അപ്പോഴാണ് കറിക്ക് സ്വാദം ഉണ്ടാവുക. നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടു. തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളത് വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെച്ചു. ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് 2 പിടി നാളികേരവും 1 പിടി കാഷ്യൂനട്ട് കുതിർത്തതും ഒന്ന് അരച്ചെടുക്കുക. ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതേ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വാടിയാൽ മാത്രം പോരാ, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. തക്കാളി നന്നായിട്ട് പച്ചമണമൊക്കെ മാറണം. അങ്ങനെ വാടി വന്നപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ കറിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. അത് പഞ്ചസാര ഇട്ടാൽ ടേസ്റ്റൊക്കെ നല്ല ബാലൻസായിട്ട് നല്ല സ്വാദം ഉണ്ടാവും. അപ്പോൾ അതേ നമ്മുടെ അരച്ചെടുത്തത് ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ മറ്റേ തക്കാളിയുടെ മസാലയൊക്കെ നന്നായി വന്നപ്പോൾ നമ്മളതിലേക്ക് അരപ്പ് ചേർത്തു. ഈ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. എത്ര തിക്കാണ് ഗ്രേവിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചൂടുവെള്ളമാണ് ചേർത്തത് കേട്ടോ. പിന്നെ ഇനി പച്ചവെള്ളം ഒഴിക്കണ്ട, പിന്നെ തീ ചെറുതാക്കി വെച്ചാൽ മതി. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ട, എത്ര മുട്ട എടുക്കുന്നത്, ഇതിപ്പോൾ 4 മുട്ടയാണ് എടുത്തത്. അത് മുട്ട പുഴുങ്ങി വെച്ചത് നമ്മളതിൽ ചേർത്ത് കൊടുക്കുക. ഇനി അധികം തിളയ്ക്കൊന്നും വേണ്ട. മുട്ട ചേർത്തിട്ട് നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സൂപ്പർ മുട്ടക്കറി റെഡിയായി. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കാത്തവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.